യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം. സോരിനെക്കുറിച്ചുള്ള പ്രവാചകം. തർശീഷ് കപ്പലുകളെ മുറിയിടുവിൻ, ഒരു വീടും ശേഷിക്കാതെ വണ്ണവും പ്രവേശനം ഇല്ലാതെ വണ്ണവും അത് ശൂന്യമായിരിക്കുന്നു. കിത്തീം ദേശത്ത് വെച്ച് അവർക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. സമുദ്രതീര നിവാസികളെ മിണ്ടാതെ ഇരിപ്പിൻ. സമുദ്രസഞ്ചാരം ചെയ്യുന്ന സീദോന്യ വർത്തകന്മാർ നിന്നെ പരിപൂർണയാക്കിയല്ലോ. വലിയ വെള്ളത്തിന്മേൽ സീഹോർ പ്രദേശത്തെ കൃഷിയും നീലനദിയിങ്കലെ കൊയ്ത്തും അതിന് ആദായമായി വന്നു. അത് ജാതികളുടെ ചന്തയായിരുന്നു. സീദോനെ, ലജ്ജിച്ചു കൊള്ളുക. എനിക്ക് നോവ് കിട്ടിയിട്ടില്ല, ഞാൻ പ്രസവിച്ചിട്ടില്ല, ബാലന്മാരെ പോറ്റിയിട്ടില്ല, കന്യകമാരെ വളർത്തിയിട്ടുമില്ല എന്ന് സമുദ്രദുർഗം തന്നെ പറഞ്ഞിരിക്കുന്നു. സോരിന്റെ വർത്തമാനം മിസ്രയീമിൽ എത്തുമ്പോൾ അവർ ആ വർത്തമാനത്താൽ ഏറ്റവും വ്യസനിക്കും. തർശീഷിലേക്ക് കടന്നു ചെല്ലുവിൻ, സമുദ്രതീര നിവാസികളെ മുറിയിടുവിൻ. പുരാതനമായി പണ്ടേയുള്ള നിങ്ങളുടെ ഉല്ലസിത നഗരം ഇതാകുന്നുവോ? സ്വന്തകാൽ അതിനെ ദൂരത്ത് പ്രവാസം ചെയ്യുവാൻ വഹിച്ചുകൊണ്ടു പോകും. കിരീടം നൽകുന്നതും വർത്തകന്മാർ, പ്രഭുക്കന്മാരും വ്യാപാരികൾ, ഭൂമിയിലെ മഹാന്മാരുമായുള്ളതുമായ സോരിനെക്കുറിച്ച് അത് നിർണയിച്ചതാർ? സകല മഹത്വത്തിൻ്റെയും ഗർവത്തെ അശുദ്ധമാക്കേണ്ടതിനും ഭൂമിയിലെ സകല മഹാന്മാരെയും അപമാനിക്കേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവ അത് നിർണയിച്ചിരിക്കുന്നു. തർശീഷ് പുത്രിയെ, ഇനി ബന്ധനമില്ലായകയാൽ നീ നീലനദി പോലെ നിന്റെ ദേശത്തെ കവിഞ്ഞൊഴുകുക. അവൻ സമുദ്രത്തിന്മേൽ കൈനീട്ടി രാജ്യങ്ങളെ നടുക്കിയിരിക്കുന്നു. യഹോവ കനാനെക്കുറിച്ച് അതിൻ്റെ കോട്ടകളെ നശിപ്പിപ്പാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു. ബലാത്കാരം അനുഭവിച്ച കന്യകയായ സീദോൻ പുത്രി, ഇനി നീ ഉല്ലസിക്കുകയില്ല. എഴുന്നേറ്റ് കിത്തീമിലേക്ക് കടന്നു പോക, അവിടെയും നിനക്ക് സ്വസ്ഥതയുണ്ടാകുകയില്ല എന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. ഇതാ കൽദേരുടെ ദേശം, ഈ ജനം ഇല്ലാതെയായി. അശൂർ അതിനെ മരുമൃഗങ്ങൾക്കായി നിയമിച്ചു കളഞ്ഞു. അവർ തങ്ങളുടെ കാവൽ മാളികകളെ പണിത് അതിലെ അരമനകളെ ഇടിച്ച് അതിനെ ശൂന്യ കൂമ്പാരമാക്കി തീർത്തു. തർശീഷ് കപ്പലുകളെ മുറിയിടുവിൻ, നിങ്ങളുടെ കോട്ട ശൂന്യമായി പോയല്ലോ. അന്നാളിൽ സോർ ഒരു രാജാവിൻ്റെ കാലത്തിനൊത്ത 70 സംവത്സരത്തേക്ക് മറന്നു കിടക്കും. 70 സംവത്സരം കഴിഞ്ഞിട്ട് സൂര്യന് വേശ്യയുടെ പാട്ടുപോലെ സംഭവിക്കും. മറന്നു കിടന്നിരുന്ന വേശ്യയെ, വീണയെടുത്ത് പട്ടണത്തിൽ ചുറ്റി നടക്ക, നിന്നെ ഓർമ്മ വരേണ്ടതിന് നല്ല രാഗം മീട്ടി വളരെ പാട്ട് പാടുക. 70 സംവത്സരം കഴിഞ്ഞിട്ട് യഹോവ സൂര്യനെ സന്ദർശിക്കും. അപ്പോൾ അത് തൻ്റെ ആദായത്തിനായി തിരിഞ്ഞ് ഭൂമിയിലെ സകല ലോകരാജ്യങ്ങളോടും വേശ്യാവൃത്തി ചെയ്യും. എന്നാൽ അതിൻ്റെ വ്യാപാരവും ആദായവും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. അതിനെ നിക്ഷേപിക്കുകയോ സ്വരൂപിച്ച് വയ്ക്കുകയോ ചെയ്യുകയില്ല. അതിൻ്റെ വ്യാപാരം യഹോവയുടെ സന്നിധിയിൽ വസിക്കുന്നവർക്ക് മതിയായ ഭക്ഷണത്തിനും മൂടിയുള്ള ഉടുപ്പിനുമായി ഉതകും.